നമസ്കാരം. ഷാഹിദ് അഫ്രീദി, ഉമർ ഗുല്ല തുടങ്ങിയ പാകിസ്ഥാനി ക്രിക്കറ്റർക്ക് വെറും ക്രിക്കറ്റേഴ്സ് അല്ല, സാധാരണ ക്രിക്കറ്റേഴ്സ് വേറെ ഉണ്ട് കേട്ടോ പാകിസ്ഥാനിൽ. പക്ഷേ വ്യക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാട് പരസ്യമായി പറയുകയും ഇന്ത്യയെ തകർക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ക്രിക്കറ്റർമാർക്ക് ഇവിടെ മലയാളി സംഘടന സ്വീകരണം കൊടുത്തത്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പഴയ അലുമിനി ഗ്രൂപ്പിൽപ്പെട്ടവർ വിദേശത്ത് സ്വീകരണം കൊടുത്തത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ ചർച്ചയാണ്. ഇവരുടെ പാസ്പോർട്ടൊക്കെ റദ്ദാക്കണം എന്ന് പറഞ്ഞുള്ള ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വീകരണം കൊടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ടും ചില ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും രസകരം. അതിൽ പ്രധാനിയായ വ്യക്തി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകനാണ്. ഇദ്ദേഹം പലപ്പോഴും ഹിന്ദുത്വ ലേബലുകളിലൊക്കെ തന്നെ പല ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. ശബരിമല വിഷയത്തിലൊക്കെ, ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വലിയ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. മാത്രമല്ല, എനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എനിക്ക് പിന്തുണ വന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊന്നും വിസ്മരിക്കുന്നില്ല. എന്നാൽ പോലും അദ്ദേഹം ഈ പാകിസ്ഥാനി ക്രിക്കറ്റേഴ്സിന് പിന്തുണ കൊടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് സംസാരിച്ചു. രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനും IT എക്സ്പെർട്ടും ഒക്കെയായ ശ്രീ ശ്രീജിത്ത് പണിക്കർ വ്യക്തമായി തന്നെ, ശക്തമായി തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പരസ്യമായി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു. എന്താണ് ശ്രീജിത്ത് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായി തന്നെ ഫാക്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി. അതായത് ഇത്തരത്തിൽ വിദേശ ശക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പല സംഘടനകളിൽ നിന്നോ പണം വാങ്ങിക്കൊണ്ട് രാഹുൽ ഈശ്വർ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ കൂടുതൽ ശരിവെക്കുന്നതാണോ ഇയാളുടെ ഈ അഭിപ്രായങ്ങൾ എന്ന് സംശയം തോന്നി കഴിഞ്ഞ ദിവസം. അതിനെയാണ് ശ്രീജിത്ത് പണിക്കർ പൊളിച്ച് അടുക്കിയത്. ജാഗ്രത കുറവുമല്ല, ശുദ്ധ മര്യാദകേട്, ശുദ്ധ തെമ്മാടിത്തരം, ശുദ്ധ ശുദ്ധ ഭാരതീയ വിരുദ്ധത, ശുദ്ധ തെമ്മാടിത്തരം. തെമ്മാടിത്തരം കാണിച്ചവനെ തെമ്മാടി എന്നല്ലാതെ അവനെ ഗോഡ്സെ എന്ന് മാത്രം വിളിച്ചിട്ട് കാര്യമില്ല, ഗോഡ്സെ എന്നോ ഗാന്ധി എന്നോ വിളിച്ചിട്ട് കാര്യമില്ല. ശുദ്ധ തെമ്മാടിത്തം കാണിച്ച ആൾക്കാരെ തെമ്മാടികൾ എന്ന് വിളിക്കണം, അല്ലാതെ മറ്റു പേര് വിളിക്കരുത്. അപ്പൊ യാതൊരു ഇതില്ല. അവരടുത്ത ഒരു സെലിബ്രിറ്റിയെ വിളിച്ചോണ്ട് വന്നു. ഒരു സെലിബ്രിറ്റി ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റി അല്ല, കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുന്നവരാണ് സെലിബ്രിറ്റി ആയിരിക്കും. അയാൾ ദുബായ്ക്കാർക്കും പാകിസ്ഥാൻകാർക്കും സെലിബ്രിറ്റിയാണ്. ഇന്ത്യക്കാർക്ക് അയാൾ സെലിബ്രിറ്റി അല്ല, ഇന്ത്യക്കാർക്ക് അയാൾ സെലിബ്രിറ്റി അല്ല. അയാളുടെ ഐഡിയോളജി നമ്മുടേതല്ല. അയാൾ കാശ്മീർ സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ ആരോപിക്കുന്നു എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു വരുത്തി കൊടുത്തുവിടുന്നതിൽ ന്യായീകരിക്കാൻ കഴിയും. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അല്ലെങ്കിൽ മറ്റെന്താണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ ഈശ്വർ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാളെ പൊന്നാട അടിക്കുകയും അയാൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചുണ്ടൻവെള്ളം ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൂടാലോചന ഇല്ല. ഇയാൾ പൊട്ടി ഭൂമിയിൽ ഇങ്ങോട്ട് വീണതാണെന്ന് പറയാൻ പറ്റുമോ? യാതൊരു തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു പരിപാടി എന്റെ രാവിലെ തൊട്ടപ്പുറത്ത് 100 കൂട്ടം കാര്യം നടക്കും. രാവിലെ തൊട്ടപ്പുറത്ത് അല്ലാതെ ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്ന് എന്തെങ്കിലും രാഹുൽ ഈശ്വർ തൊട്ടപ്പുറത്ത് 100 കൂട്ടം കാര്യം നടക്കും. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഇവിടെ You are not coming to senses. You are not coming to senses. You have come with a bucket of white paint. അവരെ കരിവാരിത്തേക്കരുത്. പാവപ്പെട്ട മലയാളികളാണ്. പാവമൊന്നുമല്ല, ഇതിന് പാവമൊന്നുമില്ല. കഞ്ഞിക്ക് നിവൃത്തിയില്ലാത്തവരോ പാവമൊന്നുമല്ല. അവർ ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്നതിൽ സംശയമില്ല. അവർ ഇത്രയൊക്കെ ചിന്തിച്ചിട്ടാണോ ചെയ്തത്? പിന്നെ ചിന്തിക്കാതെയാണോ ചെയ്യുന്നത്? പിന്നെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ യു ആർ അക്കൗണ്ടബിൾ ഫോർ യുവർ ആക്ഷൻസ്. You are accountable for your actions. പാകിസ്ഥാനിൽ നിന്ന് ഒരുത്തനെ അവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഇന്ത്യക്കെതിരെ പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇത് പറയുന്നില്ല. നിങ്ങളൊരു സംഘടനയാണ് രാഹുൽ. രാഹുൽ ഒരു സംഘടനയിൽ പലതരത്തിലുള്ള സംഘടനയിൽ രാഹുൽ ഈശ്വർ ഷഹീദ് അഫ്രീദിയെ ക്രിക്കറ്റ് താരം എന്ന രീതിയിലല്ല കാണേണ്ടത്. ശരി, ശ്രീ രഘുനാഥ് നായർ. പിന്നെ ചുമ്മാ വെറുതെ അതിലെ പോയ ഷഹീദ് അഫ്രീദി വെറുതെ നടന്നു വന്ന് കയറിയെന്നാണോ കരുതുന്നത്? ആണ്. ഷഹീദ് അഫ്രീദി തൊട്ടപ്പുറത്തെ പരിപാടിക്ക് വന്നു. ഇവരിൽ പലരും ഇവർ എന്നോട് പറഞ്ഞത്, ഇപ്പൊ നാട്ടുകാരോടും പറയുന്നത്, ഞങ്ങൾ വിളിച്ചല്ല ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവർ പോയി രാഹുലീശ്വർ, താങ്കളോട് അവർ പറഞ്ഞിരിക്കുന്ന നുണയാണെന്ന് താങ്കൾക്ക് ധാരണയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ മറ്റു കാര്യങ്ങളിൽ ന്യായീകരിക്കുന്നത്? കാരണം അവര്, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാണ്, അവർ അങ്ങോട്ട് പോയി ഇയാളെ വിളിച്ചതാണ്. ഈ മീഡിയ അപ്രോർ ഉണ്ടാകുന്നുണ്ട്, അവരല്ല എന്ന് പറയുന്നു. അല്ലാതെ മീഡിയ അപ്രോർ ഇവിടെ ഉണ്ടായി. മീഡിയ റിപ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. അല്ല, ഷഹീദ് അഫ്രീദി വന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ചടങ്ങിലേക്കാണ്. അവിടെ ഉപഹാരം സ്വീകരിച്ചായിരിക്കുമ്പോൾ അത് ആഘോഷിക്കുന്ന രാഹുൽ ഈശ്വർ ഇന്ത്യയിൽ ഷാഹിദ് അഫ്രീദി 100% പ്ലാൻ ചെയ്യാതെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. നടക്കില്ല. ആ സംഘടനയിലുള്ള അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അങ്ങനെ ഒരാളെ വിളിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് ദാറ്റ് ഈസ് എ ഗൂഢാലോചന. താങ്കൾക്ക് അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ രാഹുലിന്റെ നിലപാടിനെ? രാഹുലിന്റെ നിലപാടിനെ അനുകൂലിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് രാഹുൽ ഈശ്വറിനോടോ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയോടോ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻ സമൂഹം ഏത് രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി നിരീക്ഷിച്ച് അതിലെ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതിന് പകരം അവർ ചെയ്ത തെറ്റ് എന്താണ്? സെലിബ്രിറ്റി. ഷാഹിദ് അഫ്രീദി പാകിസ്ഥാനിൽ സെലിബ്രിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഷാഹിദ് അഫ്രീദി ലോകത്തിന് മുന്നിൽ ചിലപ്പോൾ സെലിബ്രിറ്റി ആയിരിക്കാം. പക്ഷേ ഇന്ത്യക്ക് ഷാഹിദ് അഫ്രീദി അല്ലെങ്കിൽ ഉമർ ഗുല്ലോ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റർമാരോ ഒന്നും സെലിബ്രിറ്റികളൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് അവർ വിദേശത്തുള്ള ക്രിക്കറ്റ് കളിക്കാരാണ്. അവരാരും സെലിബ്രിറ്റികളോ അങ്ങനെയുള്ള വലിയ 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 കഴിവുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളും ഒന്നുമാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കെതിരായി രാജ്യാന്തര തലത്തിൽ വരെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ഇന്ത്യയിൽ സെലിബ്രിറ്റിയായി കാണുന്നതിന്റെ ധാർമ്മികത ഇതുവരെ മനസ്സിലാകുന്നില്ല രാഹുൽ ഈശ്വർ. അങ്ങയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, അങ്ങയെ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് സ്വയം കുഴിക്കുന്ന കുഴിയാണ്, അല്ലെങ്കിൽ അങ്ങ് ഈ കാണിക്കുന്നത് അങ്ങയ്ക്കെതിരെയുള്ള പല ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചവെച്ചത്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും വലിയ പബ്ലിസിറ്റി അങ്ങേക്ക് കിട്ടി എന്നത് യാഥാർത്ഥ്യം. പക്ഷേ കൃത്യമായി ഇതിനൊക്കെ മറുപടി പറയാൻ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകളും ഇവിടെയുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.